ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള കറണ്ട് ഇമോഷൻസാണ്, കറണ്ട് ഫീലിങ്സാണ്. ഓക്കെ. റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. റീഡിങ്ങിൽ ചിലപ്പോൾ നെഗറ്റീവ് എനർജീസ് പറയും. അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ലൈഫിലോട്ട്. ഓക്കെ. ആദ്യം തന്നെ വന്നിരിക്കുന്നത് പാഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ്, ഓറക്കിൾ കാർഡാണ്. പാഷൻ എന്ന് വെച്ചാൽ നിങ്ങളോട് വളരെയധികം പാഷനുള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പാഷൻ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പാണ് എന്നാണ് എനിക്കിത് ആദ്യം തന്നെ മനസ്സിലായത്. ഓക്കെ. അതിനുശേഷം വന്നിരിക്കുന്നത് സൺഗ്ലാസ് ആണ്. അപ്പോൾ സൺഗ്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്റ്റോക്കിംഗ് ആണല്ലോ. അപ്പോൾ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ നിങ്ങളെ അയാൾ വാച്ച് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വഴിയും അങ്ങനെ പല രീതിയിലൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്, ഫോക്കസിങ് ഔട്ട് എന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വാച്ചിങ് ചുമ്മാ അല്ല, നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ സ്റ്റാബ്ഡ് ഇൻ ദ ബാക്ക്, പുറകിൽ നിന്ന് കുത്തി അല്ലേ, അങ്ങനെയുള്ളൊരു റീസൺ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഹാർട്ട് ബ്രേക്കിലാണ്, പെയിനിലാണ്, സെപ്പറേഷനിലാണ്. ഓക്കെ. ഷോക്കിംഗ് അറ്റാക്ക് ആയിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആണ് അല്ലേ, ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അവസാനം വന്നിരിക്കുന്നത് ദ ചേസർ എന്ന് പറയുന്നൊരു കാർഡാണ്. നിങ്ങളെ ആൾ ചേസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. ഫിയർ ഓഫ് അബണ്ടൻമെൻറ്റ്, ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് നിങ്ങളെ ആൾ ചേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ഓറക്കിൾ കാർഡിൻ്റെ എനർജി. അടുത്ത് നമുക്ക് ടാരോട്ടിൻ്റെ എനർജി. ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഈ ഒരു എംപ്രസ് കാർഡാണ്. എംപ്രസ് കാർഡ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സ്ട്രോങ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സംതിങ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ സംതിങ് റിലേറ്റഡ് ടു പ്രഗ്നൻസി. ഒരു മദർഹുഡ് കാർഡ്, ഒരു അമ്മയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു യങ് അമ്മ, ഏജ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ അമ്മയെന്നല്ല, ഒരു യങ് ആയിട്ടുള്ള ഒരു അമ്മയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായിരുന്നാലും ദാണ്ട് ഈ ഒരു എംപ്രസ് കാർഡ് വരുമ്പോൾ നിങ്ങൾ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു അബണ്ടൻസ്, ഒരു വെൽത്തി ആയിട്ടുള്ള ഒരു ലേഡിയെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു പ്രകൃതിയെ പോലെ അവർക്ക് എല്ലാ ഗുണങ്ങളുമുണ്ട്. അവരെ നർച്ചറിങ് ചെയ്യാൻ പറ്റുന്നൊരു ലേഡിയാണ്. അവരുടെ സോഫ്റ്റ്വെയർ സൈഡാണ് അവർ കാണിക്കുന്നത്. ഓക്കെ. അങ്ങനത്തെ ഒരു ലേഡി ഇതിനകത്ത് എനർജി കാണിക്കുന്നുണ്ട്. രണ്ടാമത് കാണിക്കുന്നത് 9 ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. 9 ഓഫ് വാൺസ് എന്ന് വെച്ചാൽ നിങ്ങൾ ആരെയാണോ ചിന്തിക്കുന്നത് ആൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ആ ഓപ്ഷൻസിൽ നിന്ന് ആൾ ഒരു ഓപ്ഷൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് വേറൊരു കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ. അതിനുശേഷം കാണുന്നതെന്ന് വെച്ചാൽ കുറേ നെഗറ്റീവ് തിങ്കിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നെഗറ്റീവ് തിങ്സ്, സ്വയം നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് ബാക്കിലോട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരാളിനെ എനിക്കിവിടെ കാണാം. ജെമിനിയാണ് സോഡിയാക് സൈൻ. അതിനുശേഷം ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണ്. ചില കാശൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും, മണി കിട്ടുന്ന രീതിയിലുള്ള ചില ന്യൂ ബിഗിനിങ്സൊക്കെ ആളിൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ബിസിനസ്, പുതിയ ജോബ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോബ് മാറുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആളിൻ്റെ ലൈഫിൽ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ആൾക്ക് കുറച്ചുകൂടെ കാശ് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആളിൻ്റെ എനർജി ഹെർമിറ്റ് മോഡാണിതിപ്പോൾ. ഹെർമിറ്റ് എന്ന് വെച്ചാൽ ഡീപ്പറായിട്ട് എന്തോ ചിന്തിച്ച് നിൽക്കുന്ന ഒരാൾ, ഒരു സന്യാസിയെ പോലെ. ഓക്കെ. അപ്പോൾ സ്പിരിച്വലായിട്ട് തന്നെ കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്വന്തം ലൈഫിൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കണം. അപ്പോൾ സ്വന്തമായിട്ടൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണിപ്പോൾ. ഓക്കെ. ദ ഹെർമിറ്റ് മോഡ്.
അത് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് മജീഷ്യനാണ്. മജീഷ്യൻ എനർജി വരുമ്പോഴത്തേക്കും ആൾ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വേണം, കൂടെ വേണം എന്നുള്ളൊരു ചിന്ത കൊണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൽ വിജയിക്കും എന്നാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. 5 ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്, പക്ഷെ അത് മാറും. അത് കഴിഞ്ഞിട്ട് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് വെച്ചാൽ ഇമോഷൻസ് എല്ലാം കൺട്രോൾഡാണ്. നിങ്ങളെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ വിളിക്കില്ല. ഇമോഷൻസ് കൺട്രോൾഡാണ്. നിങ്ങളെ കാണണമെന്നുണ്ട്, പക്ഷേ വരുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് അങ്ങോട്ട് വിളിക്കാനും കാണാനും ഒന്നും പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ചിന്തകളാണ്. ചിന്തകൾ ഏത് സമയത്ത് വേണമെങ്കിലും മാറും. ഇപ്പോൾ ഒരാൾ ഒരു ദിവസം എത്ര ചിന്തകളാണ് ആളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ എനർജി എടുക്കുമ്പോഴത്തേക്കും ചിലപ്പം ഒരു സെക്കൻഡിലെ തോട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ പോയാൽ അത് ശരിയാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളൊരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിച്ച് ഒരു തീരുമാനമെടുത്ത് വരട്ടെ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു നൈറ്റ് ഓഫ് കപ്സുമായിട്ട്, അതായത് ഒരു ഓഫറുമായിട്ട് വരും. അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. താങ്ക് യു.